രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഒടുക്കത്തെ തണുപ്പായിരുന്നു ഇന്നലെ രാത്രി. ഇപ്പോൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. മൊത്തം കോട മഞ്ഞ് തന്നെയാണ് കേട്ടോ. സുഹൃത്തുക്കളെ, രാവിലെ ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രപ്പാടിലാണ്. ചായപ്പൊടി തപ്പിയിട്ട് തേരാപ്പര നടക്കണം കേട്ടോ തണുപ്പത്ത്. എങ്ങോട്ട് നോക്കിയാലും നല്ല ഹെവി ആയിട്ടുള്ള കോട തന്നെയാണ്. ഇവിടെയൊക്കെ ഓരോ വീടിൻ്റെ വർക്കൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതുപോലത്തെ ചെറിയ ചെറിയ വീടാണ് ഇവിടെ ഉള്ളത്. മൊത്തം കാപ്പിത്തോട്ടവും. അപ്പം ഇതാണ് ഞങ്ങൾ ചായ കുടിച്ച ചായ കട കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെയാണ്. അത്യാവശ്യം ചെറിയ ചെറിയ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഒരു ചേട്ടൻ പാലൊക്കെ എടുത്ത് വണ്ടിയിലോട്ട് കയറ്റുന്നുണ്ട്. ആ ട്രെയിലൊക്കെ വെച്ചിരിക്കുന്നത് പാലാണ് കേട്ടോ. അതേപോലെ ഇവിടെയുള്ള അധിക വീട്ടിലും ഇതുപോലെ ഒമിനി വണ്ടിയാണുള്ളത്, സാധനങ്ങളൊക്കെ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ വിശാഖ് ബ്രോ അവിടുന്ന് ചായയുടെ പൈസ ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയൊക്കെ തേക്കണ്ടോ, മൊത്തം അവക്കാഡോ ആണ്. എല്ലാ വീട്ടിലും അവക്കാഡോ ഉണ്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റിൽ വളരുന്നതായിരിക്കണം. അതേപോലെ തന്നെ ഇവിടേക്ക് മൊത്തം കാപ്പിത്തോട്ടാണ്. നമ്മുടെ ടീമൊക്കെ ഇത് തണുപ്പത്ത് ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫോർത്ത് പീപ്പിൾ ഇനി വർക്കിന് വേണ്ടിയിട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. അരുണ്, അതുപോലെ തന്നെ അപ്പൂസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിഷേക്, പിന്നെ നമ്മുടെ വിശാഖാണ് നമ്മുടെ കോർഡിനേറ്റർ. അപ്പോൾ മൂപ്പറാണ് നമ്മളെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പം ഞങ്ങളിങ്ങനെ റോഡ് ക്രോസ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഫ്രണ്ടിലായിട്ട് ബസ് വരുന്നുണ്ട്. മാറിയിട്ടില്ലെങ്കിൽ ബസ് നമ്മളെ തട്ടി അങ്ങ് കൊണ്ടുപോകും. വേറെ ഓപ്ഷനൊന്നുമില്ല. ഇവിടുത്തെ വീടൊക്കെ കണ്ടോ, നല്ല മനോഹരമായ വീട് തന്നെയാണ് ഓരോന്നും. പിന്നെയുള്ള വീടെന്ന് പറയുന്നത് ഇതുപോലെ ചെറിയ ചെറിയ വീടാണ്. ഇവിടെ അധികം ഇതുപോലെയാണ് പാലൊക്കെ കൊണ്ട് കൊടുക്കുന്നത് കേട്ടോ. ആ ചേട്ടൻ്റെ വണ്ടിക്കകത്ത് പാലാണ്. നമ്മുടെ നാട്ടിലൊക്കെ മത്സ്യം വിൽക്കുന്നത് പോലെയാണ് ഇവിടെ പാലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സൈറ്റിൽ നിന്ന് ഏതാണ്ട് കുറച്ച് ദൂരം നടന്നു പോയിട്ടാണ് ഞങ്ങളിപ്പോൾ ചായയൊക്കെ കുടിച്ച് വരുന്നത്. ഇവിടെയൊക്കെ അങ്ങനെ കടയും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ ഞങ്ങൾ സൈറ്റിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ സൈറ്റ്. നമ്മുടെ വണ്ടിയൊക്കെ മൊത്തം മഞ്ഞൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ടോ, ഫുള്ള് വെള്ളമാണ്. പിന്നെ സ്ഥലമൊക്കെ കാണിച്ചത് ഇവിടെയൊക്കെ നമുക്ക് ജിപ്സം ചെയ്യാനുള്ള സ്ഥലമാണ്. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടാണ് നമുക്കിനി ജിപ്സം ചെയ്യേണ്ട സ്ഥലമുള്ളത്. ഉണ്ടോ ഈ കാണുന്ന ഹാള് മൊത്തം ഇതൊക്കെ ചെയ്യണം. അതേപോലെ ഈ റൂം, ആ റൂം. അപ്പം നമ്മൾ ഇനിയിപ്പോൾ പണി തുടങ്ങാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മളേതാണ്ട് നമുക്ക് കാര്യം നിൽക്കാനുള്ള സെറ്റപ്പൊക്കെ സെറ്റാക്കി വരികയാണ്. ഇവിടെയൊക്കെ മൊത്തം മാർക്കൊക്കെ ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരണം.
അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ പരിപാടി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ, മൊത്തം നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് ലെവലൊക്കെ വെച്ച് മാർക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ജിപ്സം ബോർഡൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ലാമ്പും കാര്യങ്ങളും തന്നെ ഫിറ്റ് ആക്കണത്. ഈ ഒരു ഹാളൊക്കെ കണ്ടോ, മൊത്തം ഇതുപോലെ മാർക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ റൂമിലാണ്. അതുകൊണ്ട് ഇവിടെ മൊത്തം എകരൊക്കെ ഇട്ട് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൈറ്റിൽ, അതായത് നമ്മുടെ ഈ സൈറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നൊരു സാധനമാണ് അവക്കാഡോ. ഇവിടെ അവക്കാഡോ നല്ല ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. ഓരോ വീട്ടിലും ഇഷ്ടം പോലെ അവക്കാഡോ ഉണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ഈ കാണുന്നൊക്കെ നല്ല സെറ്റായി നിൽക്കുന്ന അവക്കാഡാണ്. ഇവിടെയൊക്കെ വർക്ക് കഴിഞ്ഞ് വരുന്നില്ല കേട്ടോ. ഈ കാണുന്ന നമ്മൾ ചെടിയൊക്കെ അവക്കാഡോൻ്റെ ചെടിയാണ്. ഇതിലൊക്കെ നല്ല മൂത്ത് നിൽക്കുന്നുണ്ട്. എല്ലാ വീട്ടിലുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. ഞങ്ങളിപ്പോൾ മാർക്കൊക്കെ ചെയ്ത് ഇവിടെ വെയിറ്റിങ്ങിലാണ്. കാരണം നമ്മുടെ ജിപ്സം ബോർഡും കാര്യങ്ങളൊന്നും എത്തിയില്ല. ഏകദേശം ഇവിടുത്തെ ഒരു 40-50 കിലോമീറ്റർ ദൂരെ നിന്ന് സാധനം കൊണ്ടുവരണം. ഈ അടുത്തൊന്നും ഇവിടെ സാധനമൊന്നും കിട്ടില്ല. ഞങ്ങളിപ്പോൾ ഏതാണ്ട് നിൽക്കുന്നത് നമ്മുടെ മടിക്കേരി ആ ടൗണിൻ്റെ അടുത്തായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ അവിടെയൊന്നും നമുക്ക് ജിപ്സം ബോർഡിൻ്റെ സാധനം കിട്ടുന്നില്ല. ഈ പ്രദേശത്തൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷൻ്റെ സീലിംഗ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ജിപ്സം വർക്കൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടാണ് നമ്മുടെ ഈ കുടക് ഏരിയയിലൊക്കെ ഈ ജിപ്സത്തിൻ്റെ വർക്കൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എല്ലാം ഇറക്കി വെച്ചു. ഇതേ കണ്ടോ, ഇവിടെ ഇങ്ങനെ അട്ടിക്കട്ടിക്ക് നമ്മുടെ ജിപ്സം ബോർഡുകൾ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ എടുത്ത് നമുക്ക് സീലിംഗ് ആയിട്ട് അടിച്ച് റെഡിയാക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇത്രത്തോളം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തം ഫ്രെയിമൊക്കെ അടിച്ച് ജിപ്സം ബോർഡൊക്കെ കയറ്റി തുടങ്ങിയിട്ടുണ്ട്. പരമാവധി വേഗതയിൽ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ. കാരണം ഇവിടെ കറണ്ട് പോയി കഴിഞ്ഞാൽ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെയൊക്കെ ചെയ്യണം കേട്ടോ. ഇവിടെയൊക്കെ കുറച്ച് ഹൈറ്റിൽ എകരൊക്കെ ഇടണം. കുറച്ച് റിസ്ക്കുള്ള പരിപാടിയാണ്. എന്തായാലും ഇത്രത്തോളം ബോർഡൊക്കെ അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ചാനലൊക്കെ അടിച്ച് റെഡിയാക്കണം. ഇപ്പോൾ രാത്രിയൊന്നോ പകലൊന്നോ ഇല്ലാതെ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം വർക്ക് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാട്ടിലോട്ട് പോവാം. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. മാത്രമല്ല ഫോണിനൊന്നും ഒരു റേഞ്ച് പോലും ഇല്ല കേട്ടോ. അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളെ വർക്ക് കഴിഞ്ഞു കേട്ടോ. രാത്രിയായി, കറണ്ടൊക്കെ പോയി. അതുകൊണ്ട് വെളിച്ചമൊന്നും ഇല്ല കാര്യമായിട്ട്. അപ്പോൾ അതേ ഹാളൊക്കെ ഇങ്ങനെ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുപോലെ റൂമും. ഇതൊക്കെ പ്ലെയിനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങുകയാണ്.